കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലീസ് മത്തായി പാസ്റ്ററാണ് തൃശ്ശൂരിൽ നിന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ മധ്യ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വളരെ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കപ്പെട്ട പ്രൈസ് ദി ലോർഡ് ദൂത് ദൈവത്തിൻ്റെ ദാസൻ്റെ കരങ്ങളിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ കടന്നു വന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശുശ്രൂഷ, വലിയ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം ഹല്ലേലൂയ ദൈവദാസനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയിച്ചിട്ടുണ്ട്. അത് നമുക്ക് സഭയ്ക്കായി വലിയ അനുഗ്രഹമായിരുന്നു, വലിയ വിടുതലായിരുന്നു. അത് ദൈവശക്തിയായി ഹല്ലേലൂയ അത് വെളിപ്പെട്ടു. അത് രോഗസൗഖ്യമായി വെളിപ്പെട്ടു. ഹല്ലേലൂയ അത് ബന്ധനങ്ങൾ അഴിയുന്നതിന് കാരണമായി തീർന്നു. അങ്ങനെ വലിയ ദൈവപ്രവൃത്തിയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തത്. ഇന്നും ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. ആര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കർത്താവേ എനിക്കൊന്നൊരു വിടുതൽ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷയുടെ മധ്യത്തിൽ അവിടുത്തെ ഒരു വിടുതൽ ദൈവം അയക്കുമാറാകണമേ. ദൈവവചനം പറയുന്നത് ദൈവം വെറുതെ തൻ്റെ വചനം അയക്കില്ല. ദൈവം വെറുതെ വചനം അയക്കുന്ന ദൈവമല്ല. ദൈവം വചനം അയച്ചാൽ ദൈവം ഇഷ്ടമുള്ള ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഹല്ലേലൂയ ഇഷ്ടമുള്ള കാര്യം ദൈവം സാധിപ്പിക്കുന്ന ദൈവമാണ്. ആ ദൈവദാസനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഈ ശുശ്രൂഷയിലേക്ക് ഹല്ലേലൂയ ഹാർദമായി കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹല്ലേലൂയ ദൈവദാസൻ പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തൻ ശുശ്രൂഷിക്കും. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമയത്തേക്ക് സർവശക്തനായ ദൈവം നമ്മെ കൂട്ടിവരുത്തി എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവസനെ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു വന്നത്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ ഞാനും കടന്നു വന്നത്. ദൈവത്തിന് ഇന്ന് പകൽ നമ്മുടെ മധ്യേ പ്രവർത്തിപ്പാനുണ്ട്, നമ്മോട് ഇടപെടുവാനുണ്ട്. ദൈവശബ്ദത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അനുഗ്രഹീത ദൈവഭൃത്യന്മാർ, ഏവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, പലപ്പോഴും ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് കർത്താവ് അവസരമൊരുക്കിയ പാസ്റ്റർ എം എ വർഗീസ് അവറുകൾ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റ് ദൈവദാസന്മാർ ഏവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഇന്ന് പകലിൽ നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അവൻ വലിയവനാണ്, അവൻ അത്യുന്നതനാണ്, അവൻ വാക്കുമാറാത്തവനാണ്, അവൻ സകല മനുഷ്യരെക്കുറിച്ചും നിർണയമുള്ളവനാണ്. ആ കർത്താവ് ഇന്ന് പകൽ നമ്മിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ ചോദിക്കുന്നു, പ്രാപിക്കാൻ മനസ്സുണ്ടോ? അവൻ ചോദിക്കുന്നു, പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽ മനസ്സ് വെച്ച് പ്രാപിക്കാൻ അടുത്തു വരുന്നതിൻ്റെ ജനത്തിനു വേണ്ടി അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇതിനകത്ത് വെളിപ്പെടുത്തുമ്പോൾ അത് ജീവിതത്തിൽ സാക്ഷ്യങ്ങളായി, അനുഭവങ്ങളായി. യെസ് 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 യെസ്. ഓ റബല ശത്തര വൈഷമന ഹംദര ജഗൽക്കര ദുരാചന വൈഷമന ഹതുരഘടക തീര ജലതല വൗഷ്യമന ഹത്തൽ കബരതല ഘടകം. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കിയ സർവനാമത്തിന് മേലായ നാമം, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, ഏതവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന നാമം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിക്കായി നന്ദിയോടെ സ്തോത്രം. ഓറബല ശന്തരദല വൈഡറബസിഹബന ഹത്തര ബൗഡബല ശന്തൽ കബരദല വൈഡബാരവസിയാതന അതന മനദല ഘടക ജഗനരക ജഗടകദര വൈഡ പ്രൗഢലദല ഹംദൽ കബരദലകം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ
ചൂടര ജഗതം വൈഡം ജാരം തിരകം ജഗതം രഗതന ഘടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ. സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഘടകം. യേശുവിൻ നാമത്തിൽ ജയം, ജയം, ജയം. ഇന്ന് പകലിൽ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി യെശയ്യാവിൻ്റെ പ്രവചനം 16-ാം അധ്യായം 8-9 വാക്യങ്ങളെ ഒരാൾ വായിക്കാം. യെശയ്യ ചാപ്റ്റർ 16 വേഴ്സ് 8 and 9. കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. ഹെശ്ബോൻ വയലുകളും ശിബ്മയിലെ മുന്തിരിവള്ളിയും ഉണങ്ങിക്കിടക്കുന്നു. അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചു കളഞ്ഞു. അത് യസേർ വരെ നീണ്ട് മരുഭൂമിയിലോളം പടർന്നിരുന്നു. അതിൻ്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു. അതുകൊണ്ട് ഞാൻ യസേരിനോടുകൂടെ ശിബ്മയിലെ മുന്തിരിവള്ളിയെക്കുറിച്ച് കരയും. ഹെശ്ബോനെ, എലയാലെ, ഞാൻ നിന്നെ എൻ്റെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കും. നിന്റെ വേനൽ കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്ന വചനത്തിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവ് ഇന്ന് പകലെന്തുദ്ദേശിക്കുന്നു അത് ഇതിനകത്ത് വെളിപ്പെടാൻ, അതിൻ്റെ പ്രതിഫലനങ്ങൾ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, ഈ പ്രസ്ഥാനത്തിൽ, ദേശത്തിൽ വെളിപ്പെടുവാൻ കൃപ തോന്നണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം കരുണ തോന്നും. നാവോടും ശബ്ദത്തോടിരിക്കണമേ, തിരഹിതമായി സംസാരിപ്പാൻ അത്തരത്തിൻ്റെ ശബ്ദം ജനത്തിന് വിടുതലായി തീരുവാൻ കൃപ നൽകണമേ, യേശുവിൻ നാമത്തിൽ. നാം വായിച്ച വേദഭാഗം യെശയ്യാവിൻ്റെ പ്രവചനം 16-ാം അധ്യായം 8-9 വാക്യങ്ങളാണ്. അവിടെ 4-5 സ്ഥലങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ദേശങ്ങൾ ഇസ്രായേൽ ജനത്തിൽ ഗോത്രങ്ങൾക്ക് അവകാശമായി കിട്ടിയ, രൂബേന്യർക്കും ഗാദ്യർക്കും അവകാശമായി കിട്ടിയ യോർദാനിക്കരയുള്ള പ്രദേശങ്ങളാണ്. യെശയ്യാവിൻ്റെ പ്രവചനം പഴയ നിയമത്തിലെ സുവിശേഷം എന്ന് പറയാൻ കഴിയുന്ന യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ വളർച്ച, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ ക്രൂശീകരണം, പ്രത്യാശയുടെ ഉയർപ്പിനനുഭവങ്ങൾ, ഭാവികാല പ്രവചനങ്ങളുടെ എല്ലാം അന്തസത്ത ഉൾക്കൊണ്ട് കിടക്കുന്ന ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പ്രവചനം. യേശു ജനിക്കുന്നതിന് 740 വർഷത്തിന് മുമ്പേ പ്രവാചകനായ യെശയ്യാവ് ആത്മനിയോഗത്തോടെ രേഖപ്പെടുത്തിയ ആ പുസ്തകത്തിനകത്ത് വ്യക്തമായി ഓർപ്പിക്കുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ ഇന്നത്തെ ദൂതിനായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ശബ്ദം ഒരു വലിയ പോർവിളി നേരിട്ടിരിക്കുന്നു. ഒരു വലിയ പോർവിളി എന്തിനൊക്കെയാണ്? വേനൽക്കനികൾക്കും കൊയ്ത്തിനും വലിയ പോർവിളി നേരിട്ടിരിക്കുന്നു. കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ്, അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് പോർവിളി നേരിട്ടിരിക്കുന്നിടത്ത് അതിനെ അതിജീവിച്ചൊരു വിജയം കാണാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പോർവിളി ഉണ്ടെന്ന് കേട്ടാൽ അതിനു വേണ്ടി ഒരുക്കത്തോടെ ഒരുങ്ങി ജയം പ്രാപിക്കാൻ കഴിയണം. അവിടെയാണ് വിജയം വെളിപ്പെടുവാനിടയായി തീരുന്നത്. അത് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് അവിടെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ മുന്തിരി വള്ളി ഇത് പടർന്നിരുന്നു.
അപ്പം ഇത് മുന്തിരിത്തോട്ടമാണ്, മുന്തിരി വള്ളിയാണ്, മുന്തിരിയുടെ അനുഭവമാണ്. ഇത് പടർന്നിരുന്നതാണ്. പടർന്നതിനെ അതിൻ്റെ കൊമ്പുകളെ ഒടിച്ചിട്ടുണ്ട്, അതിനെ ക്ഷതം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ പോർവിളി അത് നേരിടുകയാണ്. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും മുന്തിരിയെക്കുറിച്ചുമൊക്കെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് യെശയ്യാവ് 5 എൻ്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് സവിസ്തരമായി വെളിപ്പെടുത്തിയിട്ട്, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി എന്ത് ചെയ്യേണ്ടു, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് ആ മുന്തിരിത്തോട്ടത്തെ നട്ട രീതികൾ അവൻ കല്ല് പെറുക്കിക്കളഞ്ഞ് അതിനെ ഒരുക്കിയെടുത്ത് നല്ല വക മുന്തിരി നട്ട് അതിനെ ഫലവത്താക്കിയതാ. പക്ഷേ ആ മുന്തിരിത്തോട്ടത്തിൽ കായ്ച്ചത് യജമാനൻ പ്രതീക്ഷിക്കാത്ത ഫലമാണ്. യജമാനൻ പ്രതീക്ഷിക്കാത്ത ഫലം കായ്ച്ച് കിടക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തെ അതിൻ്റെ വേരുമാന്താൻ, അതിനെ തകർക്കാൻ അവൻ വിട്ട് കളയേണ്ടി വന്നു. ഓർക്കുക, തക്ക സമയത്ത് ആഗ്രഹിക്കുന്ന ഫലം വെളിപ്പെട്ടില്ലെങ്കിൽ പ്രതികരണം പ്രതികൂലമായിരിക്കും, പ്രതികാരമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ് യഹോവ കരുണയുള്ളവനും ദീർഘക്ഷമയുള്ളവനും മഹാദയുള്ളവനും മനസ്സലിവുള്ളവനും ഒക്കെയാണ്. പക്ഷേ അവൻ കോപിക്കും. അവന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ അവൻ ശിക്ഷ നടപ്പാക്കുന്ന ദൈവം കൂടെയാണ് എന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള ആഹ്വാനമാണ് ഈ വചനത്തിൽ കൂടെ ഓർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് കൊയ്ത്തിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ 6-ാം അധ്യായത്തിലേക്കും ഒക്കെ അത് വികസിച്ച് കിടക്കുന്ന വാക്കുകളിൽ വെളിപ്പെടുന്നുണ്ട്. ഇപ്പോഴേ കൊയ്ത്തിന് നിലങ്ങൾ വെളുത്ത് കിടക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഇനി ഒരു 4 മാസവും കൂടെ ഉണ്ട്, സ്തോത്രം, അവസരമുണ്ട്, സമയമുണ്ട്. കർത്താവ് പറഞ്ഞു, 4 മാസമല്ല, ഇപ്പോഴേ കൊയ്ത്തിന് നിലങ്ങൾ വെളുത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധം ശിഷ്യന്മാർക്ക് 4 മാസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആലസ്യപ്പെടാനല്ല, പിന്നെയോ ഇപ്പോഴേ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അതേ പദം തന്നെ ഇന്നു പകലും പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. കൊയ്ത്തിനായി നിലങ്ങൾ വെളുത്ത് കിടക്കുന്നു. നാം അതിനു വേണ്ടി പ്രിപ്പയറായി ഒരുക്കപ്പെട്ട് ആ കൊയ്ത്തിൻ്റെ പങ്കാളികളായി തീരാൻ പരിശുദ്ധയാത്മാവ് നമ്മെക്കുറിച്ച് ആലോചന അർപ്പിക്കുന്നു. അത് കേൾക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടെ അടുത്തു കൊണ്ടുവരാം. ഈ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായി ഓർപ്പിക്കുന്നു. ഹെസ്ബോൻ, എലയാല, യഹാസ്, ശിപ്മ, ഈ പ്രദേശങ്ങൾ ഇത് രൂബേൻ്റെയും ഗാദിൻ്റെയും അവകാശത്തിൽപ്പെട്ടതാണ്. ഒന്ന് വായിച്ചോ, സംഖ്യ 21 അതിൻ്റെ 23, 24 വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സ് 23, 24. എന്നാൽ സീഹോൻ തന്റെ ദേശത്തുകൂടി ഇസ്രായേൽ കടന്നു പോവാൻ സമ്മതിക്കാതെ തന്റെ ജനത്തെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിന്റെ നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹാസിൽ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി അർന്നോൻ മുതൽ യബ്ബോക്ക് വരെയും
അമ്മോന്യരുടെ അതിർ വരെയുമുള്ള അവന്റെ ദേശത്തെ കൈവശമാക്കി. അമ്മോന്യരുടെ അതിരോ ഉറപ്പുള്ളതായിരുന്നു. സംഖ്യ 32:3 കൂടെ. നമ്പേഴ്സ് ചാപ്റ്റർ 32 വേഴ്സ് 3. അരാരോത്ത്, ദീബോൻ, യസേർ, നിമ്ര, ഹെസ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകൾ ഉണ്ട്. രൂബേന്യർക്കും ഗാദ്യർക്കും ജാതികളുടെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയ ദേശം, പുൽപ്പുറങ്ങളുള്ള ദേശം, സമൃദ്ധിയുള്ള ദേശം, നന്മയുള്ള ദേശം, കൈവശത്തിൽ കിട്ടിയ ദേശം. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ അവകാശങ്ങൾ ഞാനും നിങ്ങളും പ്രാപിച്ച അവകാശത്തെക്കുറിച്ച് നമുക്ക് സാക്ഷ്യങ്ങൾ പറയാൻ പലതുമുണ്ട്. ഈ പ്രാപിച്ച അവകാശം ഇപ്പോൾ കരത്തിലുണ്ടോ, അതോ പ്രാപിച്ച പലതും നഷ്ടപ്പെട്ടു പോയോ? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഒരിക്കൽ പ്രാപിച്ചത് നഷ്ടപ്പെട്ടു പോയോ, ശത്രു അപഹരിച്ചെടുത്തോ, അതോ ഇപ്പോൾ അത് നിന്റെ കരത്തിലുണ്ടോ? ഇന്ന് പകലൊരു സ്വയശോധന ചെയ്യാൻ, ഒരു പരിശോധന നടത്താൻ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രാപിച്ചത് കരത്തിലുണ്ടോ അതോ നഷ്ടപ്പെട്ടു പോയോ, ശത്രു വീണ്ടും തിരിച്ചു പിടിച്ചോ? ഇന്ന് പകൽ ശോധന ചെയ്ത് കഴിഞ്ഞ കാലങ്ങളിൽ പ്രാപിച്ചത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിൽ അത് ദൈവസനി പ്രസാദം. നഷ്ടപ്പെട്ടെങ്കിൽ മടക്കി പ്രാപിക്കാൻ പുതുക്കപ്പെടേണ്ടതും ഒരുക്കപ്പെടേണ്ടതും ദൈവത്തിന്റെ വ്യവസ്ഥ. അത് തിരിച്ചറിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇനി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. ഈ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം വ്യവസ്ഥാപിതമായി നാം പ്രാപിച്ചെടുക്കണം. വ്യവസ്ഥാപിതമായി പ്രാപിക്കണമെങ്കിൽ മാതാപിതാക്കളെ അനുസരിച്ചും വിശുദ്ധിയോടെ ജീവിച്ചും നിയമം പ്രമാണിച്ചും വചനത്തിൻ്റെ സത്യം ഗ്രഹിച്ച് വചനത്തിൽ ഉറച്ചു നിന്ന് പ്രാപിച്ചെടുക്കണം. അത് പ്രാപിക്കാൻ കഴിയാതെ പോയാൽ പിന്നത്തേതിൽ അത് ദോഷകരമാണ് എന്ന് കൂടെ ഈ ഭാഗത്തുള്ള വേദപഠനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ രൂബേൻ മുതൽ ഇങ്ങോട്ട് യാക്കോബ് തൻ്റെ മക്കളെ കുറിച്ച് അനുഗ്രഹ വാക്കുകൾ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ നടുവിൽ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യങ്ങൾ അതേ രൂബേനെ കുറിച്ച് പറയുക. രൂബേനെ, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. രൂബേനെ, നിന്നെക്കുറിച്ച് പ്രശംസ പറയാനുണ്ട്. നീ എൻ്റെ ആദ്യജാതന, നീ എൻ്റെ ശക്തിയുടെ വൈശിഷ്ട്യമാ, നീ ബലവാന എന്ന് പറഞ്ഞച്ച് അടുത്ത് പറയുക, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാക്കയില്ല. നിന്റെ അശുദ്ധി, നിന്റെ പാപം, നിനക്ക് കിട്ടേണ്ട അനുഗ്രഹം നശിപ്പിച്ചു കളയുന്നു. തലമുറകൾ വിശുദ്ധിയിൽ വ്യവസ്ഥയിൽ നിന്ന് മാതാപിതാക്കളുടെ അനുഗ്രഹം പ്രാപിക്കണം. ഇന്ന് പല മാതാപിതാക്കളും മക്കളാൽ പോറ്റപ്പെടാനോ മക്കളാൽ പരിരക്ഷിക്കപ്പെടാനോ മക്കളുടെ സ്നേഹം ഏറ്റെടുക്കാനോ കഴിയാതെ ഓൾഡ് ഏജ് ഹോമുകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലും
ഒറ്റപ്പെട്ട് വേദനപ്പെട്ട് ജീവിക്കുന്നൊരു കാലം. പെന്തിക്കോസുകാരെ, ആത്മീകരെ, നിങ്ങളുടെ കുടുംബത്തിൽ അതുണ്ടാക്കല്ലേ. അപ്പനും അമ്മയ്ക്കും ചെയ്യേണ്ടത് ചെയ്യണോ, അത് അനുഗ്രഹമായി മാറണോ തിരിച്ചറിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്തു. അനേകം മാതാപിതാക്കൾ മക്കളുടെ ക്രിയകൾ, പ്രവൃത്തികൾ നിമിത്തം ദുഃഖിച്ച്, കരഞ്ഞ്, വിലപിച്ച്, നിലവിളിച്ച്, കണ്ണുനീരൊഴുക്കി മുന്നോട്ട് പോകുക. ദൈവമക്കൾ, മാതാപിതാക്കളെ, അവർക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. അവരുടെ അനുഗ്രഹം പ്രാപിക്കണം. അവരുടെ അനുഗ്രഹം നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും അത് അനുഗ്രഹമാണ്. അതുകൊണ്ട് തലമുറ ആ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്യണം. അവരുടെ പണം നോക്കിയിട്ടല്ല, അവരുടെ വസ്തു നോക്കിയിട്ടല്ല, അവരുടെ ഡെപ്പോസിറ്റ് നോക്കിയിട്ടല്ല. ഒന്നുമില്ലെങ്കിലോ അവരെ പരിരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, അവർക്ക് മുന്നിൽ വിശുദ്ധ ജീവിതം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഈ പകൽ തിരിച്ചറിയണം. ഞാൻ ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടയാളാണ്. 18 കൊല്ലം നിർധനരും അനാഥരും മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ മക്കളുണ്ടായിട്ടും വഴിയാധാരമായ അനേകരെ പരിപാലിച്ച, അനേകരെ എൻ്റെ കൂടെ താമസിപ്പിച്ച് പരിരക്ഷിച്ച 18 കൊല്ലത്തോളം അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്ഥാപനം നടത്തി അവരെ രക്ഷിച്ചതാ. മുന്നോട്ട് പോകാൻ പറ്റാത്ത നിയമക്കുരുക്കും പ്രയാസമൊക്കെ വന്നപ്പോൾ പറ്റാതെ നമ്മൾ ദൈവസ്നേഹത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിയമം വേറൊരു വശത്തോടെയാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ ഈ വർഷം നിർത്തിക്കളയും. അപ്പോൾ ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീര് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഈ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പം രൂപൻ, അവൻ പാപം ചെയ്ത് ലക്ഷ്യം തെറ്റി ശാപകരമായ ഒരു അനുഗ്രഹം ഏറ്റെടുത്ത്. നീ ശ്രേഷ്ഠനാക്കയില്ല എന്നാ പറഞ്ഞു. അതുകൊണ്ട് നല്ല അനുഗ്രഹമൊക്കെ പ്രാപിക്കണം, ശാപത്തിന് അനുഗ്രഹം പ്രാപിക്കരുത്. ഇനി ഗാദിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 49-ന്റെ 19 ഗാദോ കവർച്ചപ്പട അവനെ ഞെരുക്കും, അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. ഇപ്പൊ ഗാദിന് കിട്ടിയതിൽ ഒരു വശത്ത് ഞെരുക്കമുണ്ടെങ്കിലും മറുവശത്ത് അവനെ കൊണ്ട് ശത്രുവിനെ ഞെരുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം ഇടപെടുന്ന ഒരനുഗ്രഹം. ഓർക്കുക, പ്രാപിക്കുമ്പോൾ നല്ല നിലയിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഒരുക്കപ്പെടണമെന്ന് ഈ സന്ദേശത്തിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു. കിട്ടുന്ന അനുഗ്രഹം അതേറ്റവും ശ്രേഷ്ഠമാകട്ടെ, അതേറ്റവും വലിയതാകട്ടെ. പലപ്പോഴും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ വിവാഹങ്ങളിലും നമ്മുടെ മറ്റ് അനുഗ്രഹ വാക്കുകളിലൊക്കെ യോസേഫിന്റെ നെറുകമേൽ വെളിപ്പെട്ട ആ തേജസ്സിന്റെ, ആ അനുഗ്രഹത്തിന്റെ, ആ ആഴത്തിന്റെ, ആ ഉയരത്തിന്റെ, ആ സമുദ്രത്തിന്റെ, ആ സകലവിധ അനുഗ്രഹവും വെളിപ്പെടട്ടെ എന്ന് ആശീർവദിക്കുവാൻ കാരണമെന്താ? ദൈവാത്മാവുള്ള, ദൈവഹിതമുള്ള, ദൈവ ലക്ഷ്യമുള്ള, പരിശുദ്ധാത്മ നിറവുള്ള അവന്റെ അനുഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രാപിക്കുന്നെങ്കിൽ നല്ല അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് ഈ പകലാലോചന കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസേഫിന്റെ മേൽ അവന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകമേൽ വരുമാറാകട്ടെ. അതെപ്പോഴും പറയാൻ പറ്റൂലേ?
എല്ലാവരുടെയും അനുഗ്രഹമൊന്നും പറയാൻ പറ്റില്ല. സ്തോത്രം. ഇനി ദൈവം കരുണയുള്ളവനായതുകൊണ്ട് അഭിഷക്തനായ മോശ മുഖാന്തരം രൂപേനെയും ഗാദിനെയും അനുഗ്രഹിച്ചപ്പോൾ ഇച്ചിരി വ്യത്യാസം വരുത്തി ഇന്ന് പക തിരിച്ചറിഞ്ഞോ, ആത്മാവിന്റെ നിയോഗത്തിൽ മോശ ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ സംഖ്യാപുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യവും 20-21 വാക്യങ്ങളും, നമ്പേഴ്സ് chapter 33 verse 6 and 20-21. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ആവർത്തനം Deuteronomy 33 Deuteronomy 33 verse 6 and 20-21. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ. മരണത്തിനപ്പുറത്തേക്ക് ഇടയ്ക്ക് വെച്ച് തകർന്നു പോകാതെ, മരണത്തിനപ്പുറത്തേക്ക് അഥവാ ആയുസിന്റെ ദൈർഘ്യം വെളിപ്പെട്ട് അവന്റെ പുരുഷപ്രജ കുറയാതിരിക്കട്ടെ എന്നൊരനുഗ്രഹം വെളിപ്പെടുവാനിടയായി. ആയുസിന്റെ മധ്യേ ശാപങ്ങൾ ആയുസിന്റെ മധ്യേ തകർക്കുന്നതാകിയാൽ ആയുസിന്റെ മധ്യേ തകരാതിരിക്കാൻ ഒരനുഗ്രഹം. ദാവീദിന്റെ പ്രാർത്ഥനകൾക്കകത്ത് ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്, ഹോവേ ആയുസിന്റെ മധ്യേ എന്നെ എടുത്തു കളയരുത്. സകല മനുഷ്യരും പ്രാർത്ഥിച്ചോളണം. എല്ലാ മരണങ്ങളും എനിക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. എല്ലാ മരണങ്ങളും നമ്മൾ പറയും ദൈവത്തിന് ഇങ്ങനെയാണ് തോന്നിയത് എന്ന് പറഞ്ഞു മാറുമ്പോൾ എല്ലാ മരണങ്ങളും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആയുസിന്റെ മധ്യേ എടുത്തു കളയല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കണോ? ദൈവം വച്ചൊരായുസ്സുണ്ട്. ആ ആയുസിന്റെ പൂർണ്ണതയെത്താൻ പ്രാർത്ഥിച്ചു മുന്നേറണോ. ഇടയ്ക്ക് വെച്ച് മരിക്കാതിരിക്കട്ടെ. 20-21 കൂടെ. ഗാദിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ഗാദിനെ വിസ്താരമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. കേട്ടോ, യാക്കോബ് പറഞ്ഞു, നിന്നെ ജാതികൾ ഞെരുക്കും, നീ അവരുടെ പിൻപടയെ ഞെരുക്കും എന്ന് പറഞ്ഞാൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിൽ തകരാത്ത ഞെരുക്കുന്ന ശത്രുവിനെ ഞെരുക്കി നീ വിജയം പ്രാപിക്കും. ഇവിടെ പറയുന്നു ഗാത്ത് ഞെരുങ്ങിപ്പോക്കുമെന്നല്ല, വിശാലമാക്കുന്നൊരു ദൈവം ഈ പക തിരിച്ചറിഞ്ഞോ. ദൈവിക അനുഗ്രഹങ്ങൾ വിശാലതയ്ക്ക് വേണ്ടിയുള്ളതോ അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവഹിതത്തിൽ ഒരുക്കപ്പെട്ടു മുന്നേറേണ്ടത് ആവശ്യം. പ്രാർത്ഥിച്ചല്ലോ, ദൈവമേ എന്റെ അതിരുകളെ വിശാലമാക്കണമേ. അവൻ പ്രാർത്ഥിച്ചതുപോലെ സർവശക്തനായ ദൈവം അവന്റെ അതിരുകളെ വിശാലമാക്കി. ഇന്ന് പകലോ ദൈവം തന്റെ ജനത്തിന് വിശാലത നൽകാൻ കഴിയുന്ന ദൈവമാണ്. വിശ്വസിച്ചെടുക്കാൻ, സമർപ്പിച്ചെടുക്കാൻ, പ്രാർത്ഥിച്ചെടുക്കാൻ തയ്യാറായാൽ നിശ്ചയമായും അവസ്ഥ മാറ്റാൻ, വിശാലത വരുത്താൻ ദൈവം ശക്തനാണ്. ചുടരാതല സത്തരാജകൽക്കന റിഖബാരവ ശംതുരാജഗസ്. ഹല്ലേലൂയ, പ്രൈസ്, ആമേൻ. യഹോവ വിശാലത വരുത്തും. പിന്നെ ഒരു സിംഹി പോലെ അവൻ പതുങ്ങിക്കിടക്കുന്നു. ഭുജവും നെറുകയും പറിച്ചു കീറുന്നു. അവൻ ആദ്യ ഭാഗം തിരഞ്ഞെടുത്തു, അവിടെ നായകന്റെ ഓഹരി സംഗ്രഹിച്ചു വെച്ചിരുന്നു. അവൻ ജനത്തിന്റെ തലവന്മാരോടുകൂടെ യഹോവയുടെ നീതിയും ഇസ്രായേലുമായി അവന്റെ വിധികളും നടത്തി. അതിനെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യം. നായകന്മാരോട് കൂടെ നീതി ന്യായം നടത്തുന്നവനായിരുന്നു. ദൈവജനം, ദൈവദാസന്മാർ, ദൈവമക്കൾ മനസ്സിലാക്കണം.
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീതി നടത്തുന്നവർ, ന്യായം വെളിപ്പെടുത്തുന്നവർ. നീതിയും ന്യായവും ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. അതവന്റെ നടുക്കെട്ടാണ്, അതവന്റെ അരക്കെട്ടാണ്. അതുകൊണ്ട് നീതിയും ന്യായവും നടത്തുന്ന ദൈവിക പരിപാലനത്തിന്റെ, ദൈവിക ഭരണതലത്തിന്റെ, ദൈവിക ന്യായത്തിന്റെ ശ്രേഷ്ഠത ഉള്ളവരായി മാറണോ? പ്രത്യേകിച്ച് ആത്മീക നേതൃത്വങ്ങൾ, സഭാപരിപാലകർ, കൗൺസിലുകൾ, ഇവിടെയൊക്കെ വെളിപ്പെടേണ്ടത് നീതിയും ന്യായവുമാണ്. നീതിയും ന്യായവുമാണ്. നിങ്ങളുടെ സ്വോത്രമൊക്കെ പോകൂ. സ്വോത്രം. ന്യായവും നീതിയും അത് ദൈവത്തിൻ്റെ നടുക്കെട്ടാണ്. അപ്പൊ ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം ദൈവ ന്യായത്തിന്റെ ദൈവമാണ്, നീതിയുടെ ദൈവമാണ്. ആർക്കും ന്യായം നിഷേധിക്കപ്പെടരുത്, ആർക്കും നീതി നിഷേധിക്കപ്പെടരുത്. ദൈവിക നീതി എല്ലാവർക്കും ലഭിക്കണം. കരമുയർത്തി സ്തോത്രം ചെയ്യാം. മടങ്ങി വരട്ടെ. ഇപ്പൊ ദൈവിക അനുഗ്രഹം വ്യവസ്ഥയോടെ പ്രാപിച്ച് അനുഗ്രഹത്തിൽ നിലനിൽക്കുവാൻ ഈ ദൂതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലിന് അവകാശങ്ങള്, കരുതലുകള്, അതിന് പിന്നത്തേതിൽ ജാതീയ ശക്തികൾക്ക് അടിയറ വയ്ക്കാനിടയാക്കരുത്, തകർന്നു പോകാനിടയാക്കരുത്. ഇന്ന് പക തിരിച്ചറിയുന്നവർ വിളിച്ചു പറ, എന്റെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല. ഗിദെയോൻ വിളിച്ചു പറഞ്ഞു, മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മിഥ്യാനുകപ്പെടാതെ ചവിട്ടി മെതിക്കുമ്പോൾ അവൻ പറയുന്നു, എന്റെ അവകാശം, എന്റെ കൊയ്ത്തിന്റെ ഫലം ഞാൻ ജാതികൾക്ക് കൊടുക്കയില്ല, അന്യശക്തികൾ കൊടുക്കയില്ല. ആ ദൈവത്തിന്റെ ഭക്തൻ അവൻ ഭയപ്പെട്ടാണ് അത് ചെയ്തതെങ്കിലും ദൈവം അവനെ നോക്കി വിളിച്ചു പറഞ്ഞു, പരാക്രമശാലിയെ, നീ ഒറ്റ മനുഷ്യനെ പോലെ മിഥ്യാനിനെ തോൽപ്പിക്കൂ. ഇന്ന് പകൽ തന്റെ അവകാശം മുറുകെ പിടിച്ച് അത് ശത്രുവിന് വിട്ടുകൊടുക്കാതെ അതിൽ ദൃഷ്ടി വെച്ച് അതിൽ ബന്ധപ്പെട്ട് അതിൽ അധ്വാനിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന് പറയാനുള്ളത്, നീ പരാക്രമശാലിയ ഒറ്റ മനുഷ്യനെ പോലെ നിന്നെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ സമൂഹത്തിന്, ജനത്തിന്, സഭയ്ക്ക്, ദേശത്തിന് വിട്ടുതൽ വെളിപ്പെടാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ പകൽ റിലീസ് ചെയ്യുന്നു. അവകാശത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം. പലരും ഉറങ്ങുമ്പോൾ, പലരും അലസരാക്കുമ്പോൾ, പലരും ലക്ഷ്യം തെറ്റുമ്പോൾ ഒരുവൻ കൊയ്ത്ത് അവൻ മുന്തിരിച്ചക്കിനരികെ അതും എത്തിച്ചെടുക്കുകയോ. യെസ് യെസ് യെസ്. ഓ റഷ ലഖറ ബസിയ തര നിന്റെ അവകാശത്തെ കുറിച്ച്, നിന്റെ അവകാശത്തെ കുറിച്ച് നീ ഒന്ന് ബോധവാന്മാരായെങ്കിൽ, അത് നാം ഒന്ന് ബോധവാന്മാരായെങ്കിൽ നാം അടങ്ങിയിരിക്കത്തില്ല, നാം അടങ്ങിയിരിക്കത്തില്ല. നാം പൊരുതാൻ തയ്യാറാക്കും, നാം പ്രവർത്തിപ്പാൻ തയ്യാറാക്കും, നാം ശക്തിപ്പെടാൻ തയ്യാറാക്കും, നാം നമ്മുടെ അവകാശം മുറുകെ പിടിക്കും. അങ്ങനെ ബന്ധപ്പെട്ടവന് ദൈവത്തിന്റെ ആത്മാവ് നിയോഗിച്ച് അത് മിഥ്യാന്യ പാളയത്തിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങിച്ചെന്ന് ദൈവപ്രവൃത്തി കാണാനിടയായത്. നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാതികളുണ്ട്, അനാക്യരുണ്ട്, ഇപ്പോഴാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്, ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക. എൻ്റെ ദൈവമക്കളെ, 2 തല്ല് കിട്ടിയാലും
ഭയപ്പെടാതെ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാക്കണോ. വീട്ടിനകത്ത് കുത്തിയിരിക്കുകയല്ല, വീടും കാര്യം നോക്കിയിരിക്കുകയല്ല. മക്കളുടെ കാര്യം നടക്കട്ടെ, മറ്റേ നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. പക്ഷേ നിനക്കൊരു ദൗത്യമുണ്ട്, നീ ഉണർന്നേ മതിയാകത്തുള്ളൂ. നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിട്ടുതരത്തില്ല. മരണം വരെ പോരുതി നിന്ന് പറയുന്ന പദം, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിട്ടു തരികയില്ല. ഇന്ന് പകൽ വിളിച്ചു പറ, ഞങ്ങളുടെ പിതാക്കന്മാരായി ഈ സത്യത്തിന്, ഈ വചനത്തിന്, ഈ ആത്മീയ അനുഭവത്തിന് ഇറങ്ങി തിരിച്ചെങ്കിൽ ആ അവകാശം നഷ്ടപ്പെടാൻ അനുവദിക്കയില്ല. യെസ് ഏറ്റെടുത്ത് ശത്രു പിടിച്ചടക്കാതെ, വൈരി പിടിച്ചടക്കാതെ മരണം വരെ പൊരുതാൻ പോർക്കളത്തിൽ നിൽക്കാൻ ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കട്ടെ. ഓ റൈഷാല കാറബസിയാതർ ഉട്ടർമനസിയ തരസത്തർ. അവകാശത്തിനെതിരെ, മുന്തിരിത്തോട്ടത്തിനെതിരെ, അതിനെ ചീരത്തോട്ടമാക്കാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ നടുവില് ഇന്ന് പകൽ പൊരുതാൻ തയ്യാറാക്കാം. പോർ വിളിക്കുന്നേരെ നിൽക്കാം, പൊരുതാൻ തയ്യാറാക്കാം. മുന്തിരിത്തോട്ടത്ത് ചീരത്തോട്ടമാക്കാൻ ആഹാബിന്റെ ശക്തി, ജാതീയ ശക്തി, ഇസബേലിയ ശക്തി വെല്ലുവിളിക്കുമ്പോ ദൈവസഭയെ ഉണര. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ഭാവിക്ക് നേരെ, നിന്റെ ആത്മീയത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ശത്രു പൊരുത്തി നിൽക്കാൻ, മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി തിരിച്ചറിഞ്ഞ് ഉണര. ഓ റൈഷാന ധാര സത്ത. യെസ് ശത്രുവിന്റെ മേൽ ജയം, വൈരിക്കുമേൽ ജയം. അവകാശ സംരക്ഷണം. ഓ റിമസിധനദല ഭൗഷബരബസ്. ഉണരട്ടെ. നിന്റെ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളി തിരിച്ചറിയ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന്റെ എല്ലാ കാലത്തുള്ള ലക്ഷ്യം ദൈവജനത്തിന്റെ അവകാശം പിടിച്ചടക്കുക, അവരുടെ നന്മകളെ പിടിച്ചടക്കുക, അവർക്കുള്ളതിനെ ഇല്ലാതാക്കുക. ഒന്ന് വായിച്ചേ, യിരെമ്യാവിന്റെ പ്രവചനം 48-ാം അധ്യായം, ജെരമ്യ ചാപ്റ്റർ 48 verse 32. യസറിനെ കുറിച്ച് കരയുന്നതിലും അധികം ഞാൻ നിന്നെ കുറിച്ച് കരയും. നിന്റെ വള്ളികൾ കടലിനക്കരെ കടന്നിരിക്കുന്നു, അവ യസർ കടൽ വരെ എത്തിയിരിക്കുന്നു. ശൂന്യമാക്കുന്നവൻ നിന്റെ കനികളിന്മേലും മുന്തിരിക്കൊയ്ത്തിന്മേലും ചാടി വീണിരിക്കുന്നു. ശൂന്യമാക്കുന്നവൻ ശത്രുവായവൻ നിന്റെ കനികളിന്മേൽ, നിന്റെ മുന്തിരി കൊയ്ത്തിന്റെ മേൽ ചാടി വീണിരിക്കുന്നു. സ്വത്രം. ശത്രുവിന്റെ ലക്ഷ്യം കനികൾ, ഫലങ്ങൾ അതില്ലാതാക്കുക. വേനൽ കനികളില്ലാതാക്കുക, ഫലങ്ങളില്ലാതാക്കുക, മുന്തിരിക്കൊയ്ത്തില്ലാതാക്കുക. അതിന്മേൽ ശത്രു ചാടി വീണിരിക്കുന്നു. വയലിലേക്ക്, മുന്തിരി വയലിലേക്ക്, മുന്തിരി തോട്ടത്തിലേക്ക് ശത്രു ചാടി വീഴുകയാണ്. എവിടെ? പടർന്നിരിക്കുന്ന, വിശാലമായിരിക്കുന്ന, വികസനമുള്ളതിൻ്റെ കൊമ്പുകൾ ഒട്ടിക്കാൻ, ഫലം ശൂന്യമാക്കാൻ, തകർച്ച വരുത്താൻ ചാടി വീണിരിക്കുക. വല്ലോ മനസ്സിലാവൂ? അവസ്ഥ കണ്ടാലെങ്കിലും
പൊരുതാൻ നമുക്ക് കഴിയുമോ? ശത്രു ചാടി വീഴുന്ന് കണ്ടാലെങ്കിലും, അവന്റെ ആരവത്തെക്കുറിച്ച് കേട്ടാലെങ്കിലും, അവന്റെ പ്രവർത്തികളെ കണ്ടാലെങ്കിലും ആ ശത്രുവിനെ ഓടിക്കാൻ നീ ബലം പ്രാപിച്ച് മുന്നേറണോ? ഇന്ന് പകൽ കായബലം കൊണ്ട് കഴിയത്തില്ല, നിന്റെ കഴിവ് കൊണ്ട് കഴിയത്തില്ല, നിന്റെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ല, നിന്റെ ഭൗതിക ശക്തി കൊണ്ട് കഴിയത്തില്ല, നിന്റെ പണം കൊണ്ട് കഴിയത്തില്ല, ആൾബലം കൊണ്ട് കഴിയത്തില്ല. അഭിഷേകത്തോ ആത്മശക്തിയോ ശത്രുവിനെ ചാടി വീഴുന്ന ശത്രുവിനെ തകർത്തു മാറ്റി അവകാശം സംരക്ഷിക്കാൻ, മുന്തിരി കനികൾ സംരക്ഷിക്കാൻ, മുന്തിരി കുലകൾ സംരക്ഷിക്കാൻ, കൊയ്ത്ത് സംരക്ഷിക്കാൻ ഈ പകൽ ശക്തി ഏറ്റെടുക്കാൻ, ആത്മശക്തി ഏറ്റെടുക്കാൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പ്രാപിച്ചെടുത്തോ ദൈവശക്തി പ്രാപിച്ചോ. ദാവീദിന്റെ മേൽ അഭിഷേക തൈലം, ദാവീദിന്റെ മേൽ ഒരാത്മശക്തി, ദാവീദിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചത് കൊണ്ട് സിംഹത്തെ ചാടി വീഴുന്ന കരടിയെ വലിച്ചു കീറുവാൻ, അടിച്ച് തകർക്കുവാൻ അവന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ മുന്തിരി തകർക്കുന്ന ദൈവസഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ ചാട്ടി വീഴുന്ന ശത്രുവിന്റെ ശക്തി, അന്യായ ശക്തി, ജാതീയ ശക്തി, ലോകശക്തി, ജഡശക്തി അതിനെ തകർക്കാൻ ആത്മാവിൽ പോരാടട്ടെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ. യെസ് ഓ ഋഷ ലിക്ക റൗഷ ചാല അർത്ഥഭാര സത്തർച്ചാര ധൂരച്ചാര അർത്ഥഭാര അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ്ടു ഊട്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയ ശക്തിയോടെ ബലമെടുത്ത് പൊരുതാൻ തയ്യാറാക്കാം. ഇന്ന് പകൽ ചിലതിന്റെ മേൽ ചാട്ടി വീഴുന്ന ശത്രുവിന് കൂട്ടഞ്ഞെറിഞ്ഞ് അതിന്റെ മേൽ ജയം പ്രാപിക്കാൻ പരിശുദ്ധ ആത്മാവ് ഈ പകൽ തൂളറിയിക്കുകയോ. യെസ് ഒരു പ്രത്യേക അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ബലം ഈ ജനത്തിന്റെ മേൽ ശക്തിയോട്. യെസ് അത്തല ജുഡവൽ കബര തിവര സത്താചാല അർത്ഥഭാര സത്തർച്ചാര ധൂര സൈത ശുശ്രൂഷകൾക്ക് നേരെ ദൈവദാസന്മാര് നീ ശുശ്രൂഷിക്കേണ്ടതുപോലെ ശുശ്രൂഷിപ്പാൻ കഴിയാത്ത, ഫലമെടുക്കാൻ കഴിയാതെ, ആത്മകൃപ നേടാൻ കഴിയാതെ, ആത്മകൃപ ചൊലിക്കാൻ കഴിയാതെ ചാട്ടി വീഴുന്ന ശത്രു ഇന്ന് പകൽ കൂട്ടഞ്ഞെറിയ അവനെ തകർത്ത് ജയം പ്രാപിക്കാൻ ദൈവസഭയുടെ വളർച്ചയെ ബാധിക്കുന്ന ശത്രു അതിന്റെ മേലൊരു ജയോ. ചൂടാറക്ക ഭൗഷാചാല അർത്ഥഭാര സത്തർച്ചാര ധൂരമാന ഷാദൽ ഭൗഷാരിക്കാഭാര സത്തർച്ചാര യേശുവിന്റെ നാമത്തിൽ ജയം. ഓ റിക്ക ഭൗഷാചാല തരക അർത്ഥഭാര സത്തര സൈത ചാര തിവര അന്തല ജുഡബല ശത്തല വൈശല ഹർത്തൽ കബരവ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുക. ഇന്ന് പകൽ ചിലതിന്റെ നേരെ ചാടി വീഴുന്ന ശത്രുവിന്റെ മേൽ, ചില കുടുംബങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മേൽ, ചില തലമുറകളെ ഫലമില്ലാതാക്കുന്ന, അന്യപ്പെടുത്തി കളയുന്ന ശത്രുവിന്റെ മേലൊരു ജയം. പൊരുതാൻ തയ്യാറാക്കട്ടെ. കനികളില്ലാതാക്കുന്ന, വൈദ്യമില്ലാതാക്കുന്ന, ഫലമില്ലാതാക്കുന്ന,
പണ്ടികശാലകള്, വീഞ്ഞ ചക്കുകള് ശൂന്യമാക്കുന്ന ആ കെട്ടുകൾ പൊട്ടട്ടെ. യെസ് 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 പരിശുദ്ധാത്മാവ്, നിന്റെ സാന്നിധ്യം, നിന്റെ ശക്തി, ഓ റശകല റസിക ഭൗഷാചാല അർത്തബാര സത്തർചാര തുമന ജഗദ ഉടവൽ ഖബരവ റബല ഛാദല ഹത്തല ഭൗഷസ്. യെസ് 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 ഷാദദലദല ഭൗഷറബത്തലദല ഭൗഡസ് അർത്ഥമനദല ഘടക സൈദരാചല ഘടകം ആദര ഘടകദല ഭൗഷ പ്രൗഢവരബസ് അദഞ്ചലദല ഭൗഷറബത്തുന ഘടക സിയാതര ഘടകം. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ചിലതിനെ മാറ്റിക്കളയാൻ, ചിലതിനെ അന്യപ്പെടുത്താൻ, ചിലത് വിട്ടുതിരിയാൻ വാദിച്ചു നിൽക്കുമ്പോൾ ഈ ദിവസങ്ങൾ ആത്മാവിൽ കേട്ട് ദൈവകൃപയിൽ ഒരുമിച്ച് പിടിക്കട്ടെ. ചില നഷ്ടപ്പെട്ടു പോകാതിരിപ്പോ ആത്മാവിടപെടുന്നു. ആഴത്തിൽ പ്രാർത്ഥിച്ച് ഉടവശത്തര ജഗൽക്കന ജഗത്തന ഘടകം അന്തര ഘടകം ജഗത്തുനി ഘടകം ഒരുമിച്ച് കൂട്ടി ആലോചന കൊടുത്ത് ഉറപ്പിക്കാൻ ആത്മാവ് തൂതറിയിക്കുകയോ. ശബ റബ സിയ തര തര. യെസ് 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 ഹാദര ജഗദ റിത്തലവക്ഷ ധീവരജാല അർത്ഥക്കവര ദുരഗക്ഷാര വൈശ്യമാന. യേശുവിന്റെ നാമത്തിൽ ജയം ജയം. ചാടി വീഴുന്ന ശത്രു കൊമ്പൊടിച്ചു കളയാൻ, കനിയില്ലാതാക്കാൻ, കൊയ്ത്തില്ലാതാക്കാൻ വെല്ലുവിളിക്കുന്ന മേഖലയിൽ ഒരു വലിയ വിജയം. ഈ പ്രാർത്ഥന ചിലതിന് വിട്ടുതല, ചിലതിന് ഉദ്ധാരണമോ, ചിലത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുക, ചിലതിനെ കണ്ണ് തുറക്കുക, ചിലതിനെ ആത്മമണ്ഡലത്തിൽ പുതിയ ലക്ഷ്യത്തിലേക്ക്, പുതിയ ദർശനത്തിലേക്ക് ഒരുക്കിയെടുക്കുക. Shakala rabana sikatarasi amtora kaleshe leke ramesete. Jesus, Jesus. ചിലതിനെ അഭിഷേകത്താൽ ഒരുക്കുകയോ ശക്തിപ്പെടുത്തിയോ. നിറഞ്ഞു വരട്ടെ. അഭിഷേകം പുതുക്കപ്പെടട്ടെ, ആത്മശക്തി പുതുക്കപ്പെടട്ടെ, അഭിഷേകം ചലിച്ചു വരട്ടെ. വരും ദിവസങ്ങളിൽ പോർക്കളത്തിൽ അട്ടരാട്ടാൻ, പോർക്കളത്തിൽ വിജയം വരിക്കാൻ, വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാൻ, ആ സാക്ഷ്യം തെളിയിക്കാൻ. Andal valda chaturati kadarattarauch armatina samdachara vaishase ori masiya. Hallelujah. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. സന്ദർശന കാലമാണിത്. ദൈവം ഇടപെടുന്ന കാലമാണ്. തിരിച്ചറിയേണ്ടത് തിരിച്ചറിയണം. നിർവിചാരികളായിരിക്കരുത്. നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരുക്കപ്പെട്ട് ആ വചനത്തിനനുസരിച്ച് ഉണരാൻ തയ്യാറായാൽ ഒരു ശത്രുവിനും വിജയിക്കാൻ സാധ്യമല്ല. വിജയം നമ്മുടെ പക്ഷത്താണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും അഭിഷേകത്തിലും വ്യക്തികൾ, ശുശ്രൂഷകന്മാർ, കുടുംബങ്ങൾ,
എല്ലാ കുടുംബങ്ങളും ഓരോ വ്യക്തിയും ആത്മനിറവ് വർദ്ധിച്ചു വരണം. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. പ്രൈസ് അല്ലാഹ്. അപ്പോൾ ദൈവശക്തിയുടെ ആഴമേറിയൊരു അനുഭവം നമുക്കുണ്ടാകണം. ശക്തി ഉണ്ടെങ്കിൽ ശത്രുവോട് പോരാടി ജയിക്കാൻ കഴിയും. പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും വിജയം ദൈവശക്തിയിൽ. ദാവീദ് വിജയിച്ചു, ഭക്തന്മാരൊക്കെ വിജയിച്ചു, ആത്മാവിൻ്റെ ശക്തിയുണ്ട്. ഏലിയാവിൻ്റെ പിന്നാലെ കുറെ കാലമായി നടക്കുന്നു. കുറെ കാലം നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഏലിയ പറഞ്ഞു, മോനെ ഗിൽഗാലിൽ നിന്നോ? ഇല്ല. ബേതലിൽ നിന്നോ? ഇല്ല. എരിഗോവിൽ നിന്നോ? ഇല്ല. യോർദാങ്കൽ നിന്നോ? ഇല്ല. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കണം. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കണം. യോർദാന്റെ അപ്പുറത്താണ് ഏലിയാവ് എടുക്കപ്പെടുന്ന സമയം. യോർദാന്റെ അപ്പുറത്തേക്ക് കടക്കാൻ ഏലീശ ബന്ധപ്പെട്ടു. എങ്ങും നിന്നില്ല. ചിലര് അല്പം കിട്ടി അവിടെ നിൽക്കും, പിന്നെ മുന്നോട്ട് പോകത്തില്ല. പൂർണ്ണതയിലേക്ക് എത്താനുള്ള ആഗ്രഹമുണ്ടാകണം. ഇടയ്ക്ക് വെച്ച് പ്രലോഭനങ്ങൾ പലതും വരും. അതിനെ അതിജീവിച്ച് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയണം. അപ്പുറത്തേക്ക് പോയതാ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച് ഏലിയാവിൻ്റെ ഒരു ഭൃത്യൻ എന്ന നിലയിൽ അപ്പുറത്തേക്ക് പോയത്. തിരിച്ചു വരുന്നത് ഒരു വലിയ പ്രവാചക ശ്രേഷ്ഠനായിട്ട. എത്ര പേർക്ക് ദൂത് മനസ്സിലാകും? എത്ര പേർക്ക് മനസ്സിലാകും? നീ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നത് ഒരു സാധാ വ്യക്തിയായിട്ട്. അഭിഷേകം നിന്റെ മേൽ ചൊലിച്ചാൽ, നിന്റെ കൃപാവരങ്ങൾ ചൊലിച്ചാൽ, ആള് മാറി, പേര് മാറി, അവസ്ഥ മാറി, സ്ഥിതി മാറി. ഇന്ന് പക തിരിച്ചറിഞ്ഞ് ആ ശക്തി ഏറ്റെടുക്കട്ടെ. പ്രൈസ്. അങ്ങോട്ട് പോയപ്പോൾ പുറകെ നടന്ന് കുറേ പേര് കളിയാക്കി. നിന്റെ യജമാനന് നിന്റെ പക്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും. നിന്റെ കാര്യം പോക്ക, പച്ച മലയാളം. പക്ഷേ ഏലീശ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക. എൻ്റെ പോക്കിനൊരു ലക്ഷ്യമുണ്ട്. ഈ പോക്ക് വെറുതെയല്ല. അവൻ്റെ അകത്ത് ആത്മാവ് ത്രസിപ്പിച്ച് പറയാ, മോനെ പിന്തുടർന്നോ. ഇത് വെറുതെയല്ല. ആ പോക്ക് വെറുതെയല്ല. അവിടെ ചെന്ന് ചോദിക്കുന്നു, ഞാൻ എടുത്തുകൊള്ളപ്പെടും മുന്നേ നിനക്ക് എന്ത് ചെയ്ത് തരണോ? അവൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. സ്വത്രം. ബൈബിൾ കോളേജ് നടത്താൻ കുറച്ച് സ്ഥലവും കെട്ടിടും. ബൈബിൾ കോളേജിലെ പിള്ളേർക്ക് ആഹാരം കൊടുക്കാൻ കുറച്ച് വയലും ഒന്നുമല്ല ചോദിച്ചത്. അവൻ ചോദിച്ചത്, എനിക്ക് ഇരട്ടിപ്പങ്ക് ആത്മാവുണ്ടെങ്കിൽ ബാക്കി എല്ലാം റെഡിയാക്കും. ഏലിയാവ് പറഞ്ഞു, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ എന്നെ കണ്ടാൽ നിനക്ക് കിട്ടും. ദർശനം മങ്ങാതെ നിലനിന്നാൽ നിനക്കത് കിട്ടും. ദർശനം മങ്ങാതെ കാത്തുനിന്നവൻ ഉയരത്തിൽ നിന്ന് വന്ന പുതപ്പ് പ്രാപിച്ചു. ആ പുതപ്പ് കൊണ്ട് യോർദാനെ കീറി അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ മുമ്പേ കളിയാക്കിയവർ യജമാനനെ എന്ന് വിളിച്ച് മുട്ടുമടക്കിയെങ്കിൽ ഇന്ന് പകൽ ആരോടൊക്കെയോ പറയുന്നു, നിന്നെ നിന്ദിച്ച് അപഹസിച്ച് അപമാനിച്ച് ചോദ്യചിഹ്നമാക്കി നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ നിന്നെ അഭിഷേകത്തോടെ അധികാരത്തോടെ യജമാനനെ എന്ന് വിളിക്കത്തക്കന്നുണ്ടോ? നിന്റെ അവസ്ഥ മാറ്റാൻ എൻ്റെ ദൈവം തൻ്റെ ആത്മാവിനെ കൊണ്ട് പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പോർവിളി നേരിട്ടിരിക്കുക. അതുകൊണ്ട് ചാടി വീഴുന്ന ശത്രുവിൻ്റെ മേൽ ഒരു വലിയ വിജയം പ്രാപിച്ചെടുക്കാൻ ആത്മബലമേറ്റെടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചെടുക്കണം. സ്വത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ ഉപവാസമാണ്. ഈ മാസം 30 ദിവസം ഉപവാസമാണ്. ഒരു നേരം കഴിച്ചുകൊണ്ട് എൻ്റെ സഭയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. കർത്താവിലാസൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആ ഡേറ്റ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. 30 ദിവസം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അവിടെ വേറൊരു ദൈവാസനെ ഏർപ്പെടുത്തിയിരിക്കുക. എല്ലാ വീടുകളിലും മാറി മാറി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഓരോ വീടുകളിൽ മാറി മാറി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. വീടുകളിൽ പ്രാർത്ഥന വയ്ക്കാൻ പറ്റാത്തവർക്ക് എന്ന് പറഞ്ഞാൽ വീട് സൗകര്യം കുറവ്, വഴി സൗകര്യം കുറവ്, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ചർച്ചിനകത്ത് വയ്ക്കും. പ്രൈസലോ. കരമെഴുതി സ്തോത്രം ചെയ്തോ. ആമേൻ. ഈ ഉപവാസം പ്രാർത്ഥന നമുക്ക് പുതിയ ചൈതന്യം, പുതിയ ആത്മീയ അനുഭവം, നാം പുതുക്കപ്പെടണം. അപ് ടു ഡേറ്റ് പുതുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ദൈവശക്തി പ്രാപിക്കണം. പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാർ കർത്താവ് പറഞ്ഞു കേട്ട് ശക്തിക്ക് കാത്തിരുന്നു. കർത്താവ് പറഞ്ഞു, ശക്തി ലഭിച്ചെങ്കിൽ സാക്ഷിയാകാൻ പറ്റും. അവർ ശക്തിക്ക് കാത്തിരുന്നു. സാക്ഷികളാകാൻ തക്കവണ്ണം ആ ശക്തി അവർക്ക് പര്യാപ്തമായി. പക്ഷെ ശക്തി ലഭിച്ച് സാക്ഷ്യം തെളിയിച്ചപ്പോൾ പ്രതികൂലം വർദ്ധിച്ചു. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ ദൈവശക്തി പ്രാപിച്ചവർ അടുത്ത സ്റ്റെപ്പിലേക്ക് 3-ാം അധ്യായത്തിൽ അത്ഭുത ശുശ്രൂഷ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രതികൂലത്തിന്റെ അനുഭവം. ശുശ്രൂഷകൾ വെളിപ്പെട്ടും ദൈവശക്തി വർദ്ധിപ്പിച്ചൊക്കെ പോകുമ്പോൾ പ്രതികൂലമുണ്ട്. പക്ഷെ പ്രതികൂലം കൊണ്ട് അടച്ച് ഭയപ്പെട്ടിരുന്നില്ല. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് 4-ാം അധ്യായം, അപ്പോസ്തലർ 4-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 30-31. അവിടെ എഴുതിയിരിക്കുക, അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ശക്തി പ്രാപിച്ച് പേടിച്ചിരിക്കുകയല്ല, ശക്തി പ്രാപിച്ച് ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കാൻ തുടങ്ങി. സുവിശേഷ വേല കുറച്ച് പാസ്റ്റർമാരുടെ മാത്രമല്ല, സകല വിശ്വാസിയുടേതുമാണ്. അതറിയുന്നവരൊന്ന് കരം ഉയർത്തി ഉറക്കെ ഒരു സ്തോത്രം. സകല വിശ്വാസികളുടെയും ദൗത്യമാണ് സുവിശേഷ വേല. ഒരു ട്രാക്റ്റ് കൊടുക്കാൻ പറ്റൂ, 10 ട്രാക്റ്റ് കൊടുക്കാൻ പറ്റൂ, ഒരാളുടെ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റൂ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ. അതിന് തയ്യാറാണ്. സുവിശേഷ വേലയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് വരുവാനിടയായി തീരണം. ആ ഒരു ആത്മഭാരം, ആത്മദർശനം നമുക്കുണ്ടാകണം. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സങ്കീർത്തനങ്ങൾ 80-ാം അധ്യായം, സാംസ് ചാപ്റ്റർ 80 വേഴ്സ് 8, 9, 10. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. ഇന്നു പകൽ അവസ്ഥ തിരിച്ചറിഞ്ഞ്
കരയാൻ, പ്രാർത്ഥിക്കാൻ, നിലവിളിക്കാൻ എത്ര പേർ തയ്യാറും? ജാതികൾ, ജാതീയ ശക്തികൾ അതിനെ മന്ദിക്കളയുന്നു, അതിനെ തകർക്കുന്നു, അതിനെ ഒടിച്ചു കളയുന്നു, അതിനെ ശൂന്യമാക്കുന്നു. യഹോവേ, ഞങ്ങളോട്ട് മനസ്സലിയണമേ, ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു വരണമേ, ഞങ്ങളെ ഒന്ന് ഓർക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, ശത്രുവിന്റെ മേൽ ജയം തരണമേ. പ്രാർത്ഥന ഉയർന്നാൽ ശത്രുവിന്റെ മേൽ ജയമുണ്ട്. പ്രാർത്ഥന ഉയർന്നാൽ കർത്താവ് ദയ കാണിക്കും. പ്രാർത്ഥന ഉയർന്നാൽ ശത്രുവിനെ പിന്തിരിപ്പിക്കും. പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ശത്രുവിന്റെ മേൽ ജയം. മുന്തിരി വള്ളിക്ക്, ദൈവസഭയ്ക്ക്, വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധി, അതിൻ്റെ മേലൊരു ജയത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാകും. നാം വായിച്ച കുറിവാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താ? കരയുന്നു, കണ്ണുനീർ കൊണ്ട് നനയ്ക്കും. നിന്റെ വേനൽക്കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. കണ്ടപ്പോൾ തൊട്ടുമുമ്പിൽ എഴുതി വച്ചിരിക്കുക, ഞാൻ കണ്ണുനീര് കൊണ്ട് ഈ മുന്തിരി തോട്ടത്തെ, ഈ മുന്തിരി വള്ളിയെ ഞാൻ കണ്ണുനീർ കൊണ്ട് നനയ്ക്കും. ഇന്നു പകൽ തകർച്ചകൾക്ക് നടുവിൽ കരയാൻ എത്ര പേരുണ്ട്? ഇരമ്യാവിനെ പോലെ കരയാൻ, നെഹമ്യാവിനെ പോലെ കരയാൻ യേശു കണ്ണുനീർ വാർത്തു. യേശു നിലവിളിച്ചു. യെരുശലേമിനെ നോക്കി അവൻ കരഞ്ഞു. അപ്പോസ്തലന്മാർ കരഞ്ഞു. കണ്ണുനീരോട് ദൈവവചനം കൊടുത്തവർ തകർച്ചകളെ കണ്ട് കണ്ണുനീരൊഴുക്കുവാനിടയായി. ദൈവദാസന്മാര്, ദൈവമക്കളെ, കണ്ണുനീര് കൊണ്ട് നനയ്ക്കാമോ? മുന്തിരിത്തോട്ടത്തെ നനയ്ക്കാമോ? മുന്തിരി വെളിയെ നനയ്ക്കാമോ? കണ്ണുനീർ വീണാൽ ഫലം വെളിപ്പെടുകയാണ്. ഇന്നിപ്പോൾ കണ്ണുനീരില്ല. ഉപവാസ പ്രാർത്ഥന കണ്ണുനീരില്ല. തകർച്ച കണ്ട് കരയാൻ ആളില്ല. തകർച്ച കണ്ട് നിലവിളിക്കാൻ ആരില്ല. എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, എങ്ങനെ പോയാലും കുഴപ്പമില്ല, എനിക്കിതുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് പോകുക അല്ല. ഒരു മുന്തിരി വള്ളിക്ക് കേടുണ്ടെങ്കിൽ, ഒരു മുന്തിരി വള്ളിക്ക് ഒടിവ് സംഭവിക്കുന്നെങ്കിൽ, ഒരു മുന്തിരിക്കുല ശത്രു തകർക്കുന്നെങ്കിൽ, ഒരു മേഖലയിൽ പ്രതിസന്ധി വെളിപ്പെടുന്നെങ്കിൽ അതോർത്ത് കരയാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി കരയാൻ, വ്യക്തികൾക്ക് വേണ്ടി കരയാൻ, തലമുറകൾക്ക് വേണ്ടി കരയാൻ. എത്രയോ തലമുറകൾ, ആത്മീക കുടുംബങ്ങളിൽപ്പെട്ട തലമുറകൾ അന്യപ്പെട്ടു പോയി. ശത്രുവിൻ്റെ പാളയത്തിലെത്തി. ജാതികൾക്ക് അടിമയായിപ്പോയി. അതേ, ലോകത്തിന് അടിമയായിപ്പോയി. ജാതീയ ശക്തികൾക്ക് അടിമയായിപ്പോയി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിപ്പോയി. അതേ, പ്രണയ ബന്ധങ്ങളിൽ അകപ്പെട്ട് ജാതികൾക്ക് അടിമയായിപ്പോയി. കരയാനാരുണ്ട്? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് വിശ്വസ്തരായ വേലക്കാർക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. ഈ ദിവസങ്ങളിൽ കരയാൻ തയ്യാറുണ്ടോ? നിലവിളിക്കാൻ തയ്യാറുണ്ടോ? നമ്മുടെ അവസ്ഥകളൊന്ന് മനസ്സിലാക്കി കരയാൻ എത്ര പേർ തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ലേവ്യരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെയും ആലയത്തിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കട്ടെ എന്ന് വചനം പറയുമ്പോൾ ദൈവദാസന്മാരെ അവസ്ഥ കണ്ട് കരയാൻ തയ്യാറാകട്ടെ. പ്രശ്നങ്ങളുടെ നടുവിൽ ജനം കല്ലെടുത്തപ്പോൾ മോശ കവിണ്ണു വീണ് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കരയുന്ന അഭിഷക്തർ എഴുന്നേൽക്കട്ടെ, കരയുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ, കരയുന്ന മാതാക്കൾ എഴുന്നേൽക്കട്ടെ, കരയുന്ന സഹോദരിമാർ എഴുന്നേൽക്കട്ടെ, കരയുന്ന സഹോദരന്മാർ എഴുന്നേൽക്കട്ടെ, കരയുന്ന തലമുറ എഴുന്നേൽക്കട്ടെ. കണ്ണുനീർ പോയി. മുമ്പൊക്കെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ പാപബോധത്താല കരച്ചിൽ,
ആത്മഭാരത്താലുള്ള കരച്ചിൽ, സഭകളുടെ തകർച്ചകൾ നിമിത്തമുള്ള കരച്ചിൽ. ഇന്ന് ആർക്കുണ്ട് കണ്ണുനീർ? ആർക്കുണ്ട് കണ്ണുനീർ? കരയാൻ തയ്യാറാകട്ടെ. ഉപവാസ പ്രാർത്ഥന ചെല്ലു വരുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആ പാസ്റ്റർ വന്നു തമാശ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് തമാശ പറഞ്ഞ് ചിരിക്കാനുള്ളൊന്നും അല്ലത്. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിയ ചിരിയല്ല വരിക. എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ, എന്നെ നിങ്ങളെ നിത്യശിക്ഷയിൽ നിന്ന് വിടുവിക്കാൻ, എന്നെ നിങ്ങളെ നിത്യ പുത്രന്മാരാക്കി മാറ്റാൻ, പുത്രിമാരാക്കി മാറ്റാൻ, നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കാൻ, നിത്യജീവന്റെ അവകാശികളാക്കാൻ ഗദസമനായിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചവൻ, അവന്റെ രക്തം വേർപ്പുതുള്ളി പോലെ നിലത്തു വീണു. അവൻ ബലഹീനനായി, മനുഷ്യത്വത്തിൽ അവന്റെ ബലഹീനതയിൽ അവനെ ശക്തിപ്പെടുത്താൻ ദൂതനെ അയച്ചു. അടികളേറ്റ് തകർക്കപ്പെട്ട, മുഷ്ടി ചുരുട്ടി ഇടിച്ച് മുഖം വിരൂപമാക്കപ്പെട്ട, രോമം പിഴുതുപറിച്ച വികലമായ മുഖം, തകർന്ന ശരീരം, അസ്ഥിപഞ്ജരം പോലെ എണ്ണാൻ കഴിയുന്ന ആ ശരീരത്തിൽ പച്ചപ്പൈൻ മുരക്കുരിശി വെച്ച് ചുമപ്പിക്കുമ്പോൾ അത് ചുമന്നു പോകുകയാ, വീണുമെഴുന്നേറ്റ് ചുമക്കുകയാ. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും ഒരു സന്തതിയെ പിതൃസനി നിർത്തുവാൻ. അവനേറ്റ വേദന, ആ ക്രൂശ് ചുമന്ന് ഗോൽഗോത്തായിലെത്തേണ്ടതിന് പടയാളികൾ വയലിൽ നിന്ന് വരുന്ന ശീമോനെ നിർബന്ധിച്ചു. യേശു താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് തലയോടുമെന്നർത്ഥമുള്ള ഗോൽഗോത്തായിലെത്തി. ഒരുപക്ഷെ ശീമോൻ പടയാളികളുടെ നിർബന്ധം കൊണ്ട് ആ ക്രൂശിന്റെ ഭാഗം പിടിക്കാൻ മനസ്സു വെച്ചായിരിക്കാം. അങ്ങനെ നിർബന്ധമേറ്റെടുത്ത് ആ ക്രൂശോട് ചേർന്ന് നടക്കാനെങ്കിലും മനസ്സു വെച്ചപ്പോൾ അവന്റെ തലമുറയെ അനുഗ്രഹിച്ച്, അവന്റെ തലമുറയെ മാനിച്ച് കർത്താവിൽ പ്രസിദ്ധനായ രൂപോസോ, ഗവർണറായ അലക്സാണ്ടറോ അവർ കീർത്തിയുള്ളവരായി മാറിയോ? ഇന്ന് പകൽ കണ്ണുനീരൊഴുക്കുന്ന സഹോദര സഹോദരി, നീ ആ കർത്താവിനെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാക്കുമോ? നിന്നെ മാനിക്കാൻ, നിന്റെ തലമുറയെ മാനിക്കാൻ, നിന്നെ ആദരിക്കാൻ എന്റെ ദൈവം മറക്കുകയില്ല. അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറക്കുന്നവനല്ല. ഹല്ലേലൂയ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ അവനിച്ഛിക്കും. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി നിവർത്തിച്ചു. ഇന്ന് രാവിലെ ദൈവസന്നിധി വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, ഈ വചനം കേൾക്കുന്നവരെ, ആർക്ക് ദൈവസന്നിധി തകർന്ന് കരയാൻ കഴിയും? നമുക്ക് വേണ്ടി ക്രൂശിൽ അവൻ യാഗമായിരിക്കും. പലപ്പോഴും പെയ്ത വചനത്തിൻ്റെ മഴ, ആത്മാവിൻ്റെ മഴ കുടിച്ചിട്ട് കൃഷിക്കാരൻ യജമാനനായ കർത്താവിന് ഹിതമല്ലാത്തതും മുളപ്പിച്ചിട്ടുണ്ടോ? അവനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അവനെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടോ? ഏറ്റുപറഞ്ഞൊരുങ്ങാനുള്ള അവസരം, കണ്ണുനീരോട് പ്രാർത്ഥിപ്പാനുള്ള അവസരം, സമർപ്പിക്കപ്പെടാനുള്ള അവസരം വിനിയോഗിച്ചാൽ പത്രോസിനെ പോലെ പുതുക്കിയെടുത്ത അഭിഷേകം കൊണ്ട് നിറച്ച് തള്ളിക്കളയാതെ പ്രത്യാശയുടെ ഉയർച്ച വരുത്താൻ ശക്തി. അന്യപ്പെട്ട് പാപത്തോട് പാപം കൂട്ടി
അവൻ്റെ മുറിവുകളെ വീണ്ടും വേദനിപ്പിച്ചാൽ അതേ നാശമാണ്, തകർച്ചയാണ്. എത്ര പേർക്കിത് മനസ്സിലാകും? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ നഷ്ടാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമെന്ന് യഹോവയ്ക്ക് തോന്നി. നമുക്ക് വേണ്ടി അരുമനാഥൻ തകർക്കപ്പെട്ടല്ലോ. നമുക്ക് കൊടുക്കാനുള്ളത് നമ്മെ തന്നെ അവനായി സമർപ്പിക്കാം. ക്രിസ്തുവിൽ കൂടെ നാം പ്രാപിച്ച അവകാശങ്ങൾ, നന്മകൾ നഷ്ടപ്പെട്ടോ ഏതെങ്കിലും മടക്കി പ്രാപിക്കാനുണ്ടോ? ഇന്ന് പകൽ ശോധന ചെയ്ത് കരയാൻ തയ്യാറാകട്ടെ. ഹെസ്ബോനെ, എലയാലയെ, സിബ്മയെ, നിന്നെ ഓർത്ത് ഞാൻ കരയുന്നു. ദൈവിക അവകാശങ്ങൾ അന്യപ്പെട്ടപ്പോൾ, മുന്തിരിക്ക് തകർച്ച വരുമ്പോൾ കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ല. ഈ ദിവസങ്ങളിൽ കരയുന്നൊരു സമൂഹം എഴുന്നേൽക്കട്ടെ, കണ്ണുനീരൊഴുക്കുന്നൊരു സമൂഹം എഴുന്നേൽക്കട്ടെ. ദൈവസനി തകർന്ന് കരയാൻ ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ, കണ്ണുനീരൊഴുക്കട്ടെ. നാം കണ്ണുനീരൊഴുക്കിയാൽ, നാം പ്രാർത്ഥിച്ചാൽ ഒരു മടങ്ങി വരവുണ്ട്, ഒരു ഉണർവുണ്ട്, ഒരു കൊയ്ത്തുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ശൂന്യതകൾ മാറ്റാൻ ദൈവം ശക്തനാണ്. വേഗത്തിൽ 1-2 വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൂടെ അവസാനിപ്പിക്കാം. യിരെമ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സിബ്മ മുന്തിരിവള്ളിയെ, യസേരിനെ കുറിച്ച് കരയുന്നതിലും അധികം ഞാൻ നിന്നെ കുറിച്ച് കരയും. നിന്റെ വള്ളികൾ കടലിനക്കരെ കടന്നിരിക്കുന്നു, അവ യസേർ കടൽ വരെ എത്തിയിരിക്കുന്നു. ശൂന്യമാക്കുന്നവൻ നിന്റെ ഖനികളിന്മേലും മുന്തിരിക്കൊയ്ത്തിന്മേലും ചാടി വീണിരിക്കുന്നു. സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്തു നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു. കേട്ടോ, സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്ന് മാറിപ്പോ. ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതെയാക്കിയിരിക്കുന്നു. ചക്കിൽ വീഞ്ഞില്ല, മതി. കേട്ടോ, പാപനിമിത്തം, ലക്ഷ്യം തെറ്റിയ നിമിത്തം തകർച്ച വരുന്നതിൻ്റെ പിന്നിൽ പിശാചിനെ കുറ്റം പറയല്ല, ദൈവം പറയുന്നു, ഞാനാണ് വീഞ്ഞില്ലാതാക്കിയത്, ഞാനാണ് ശത്രുവിനെ അനുവദിച്ചത്. ഇന്ന് തിരിച്ചറിഞ്ഞോളൂ. നാം ഫലം കായ്ക്കേണ്ട സമയത്ത്, നാം ഉണരേണ്ട സമയത്ത്, നാം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ട സമയത്ത്, നാം കരയേണ്ട സമയത്ത്, നാം ദൈവശക്തി പ്രാപിച്ച് പ്രവർത്തിക്കേണ്ട സമയത്ത് അതിന് തയ്യാറാകാതെ പോയാൽ ദൈവം ശിക്ഷയ്ക്കായി ഇടപെടും. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 3-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. ജെരമ്യ chapter 31 verse 3 and 12. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാക്കും. അവർ ഇനി ക്ഷീണിച്ചു പോകുകയില്ല. സ്ഥിതി മാറ്റാൻ, പ്രാണന് തകർച്ച വരാതെ, പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെ ക്ഷീണം മാറ്റി
പ്രാണനാഥത്വം വരാത്ത ഫലം തന്ന്, സമൃദ്ധി തന്ന്, വിശാലത തന്ന് നടത്താൻ ദൈവം ശക്തനാണ്. തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടാൻ തയ്യാറാക്ക്, മടങ്ങി വരാൻ തയ്യാറാക്ക്, കരയാൻ തയ്യാറാക്ക്, പ്രാർത്ഥിക്കാൻ തയ്യാറാക്ക്, ദൈവസ്ഥിതി മാറ്റാൻ ശക്തനായ ദൈവം. പ്രൈസ്. ലൂക്കോസ് 11:22. Luke chapter 11 verse 22. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പങ്കു ചെയ്യുന്നു. പകുതി ചെയ്യുന്നു. ബലവാനായ ശത്രു കവർന്നെടുത്തതിന് തിരിച്ചു പിടിക്കാൻ അവനിലും ബലവാനായ ഒരുവൻ. ഇന്ന് പകൽ ശത്രു ചിലത് അപഹരിച്ച്, ചിലത് പിടിച്ച്, ചിലത് അവനെ കൈപ്പിടിയിലാക്കി വെച്ചിരിക്കുക. നാം ബലം പ്രാപിച്ചാൽ ശത്രുവിന്റെ മേൽ ജയം പ്രാപിക്കാനുള്ള ബലം പ്രാപിച്ചാൽ ശത്രു പിടിച്ചടക്കിയതിനെ മുഴുവൻ മടക്കിയെടുക്കാൻ കഴിയോ. ഇന്ന് പകൽ ബലം പ്രാപിച്ചോ. ചിലത് നീ മടക്കിയെടുക്കാൻ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതെ, എഫെസ്യർ 6:10 കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. ഇന്ന് പകൽ ആ ബലമൊന്ന് ഏറ്റെടുക്കാം, ആ ശക്തിയൊന്ന് ഏറ്റെടുക്കാം. ഒന്ന് മടങ്ങിവോ, ഒന്ന് കരയാം, ഒന്ന് അപേക്ഷിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ ശത്രു അപഹരിച്ച മനുഷ്യവർഗത്തിന്റെ തേജസ്, നിത്യ അവകാശം, മരണത്തിന്മേലെ ജയം യേശു പ്രാപിച്ചെടുത്തു. കാൽവരി ക്രൂശിൽ ശത്രുവിന്റെ തല തകർത്ത് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് പ്രത്യാശയ്ക്ക് വാക്ക് തന്നെങ്കിൽ ആ ക്രിസ്തുവിൽ കൂടെ അവന്റെ ശക്തിയാൽ, അവന്റെ വചനത്താൽ ബലം പ്രാപിച്ച് മടക്കി പ്രാപിക്കാനുള്ള അവസരം. ജീസസ്. യെസ്. ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ആത്മശക്തി പ്രാപിച്ച് ആത്മബലം പ്രാപിച്ച് ചിലത് തിരിച്ചു പിടിക്കാൻ സിക്ലാഗിൽ നഷ്ടം സംഭവിച്ചതിന് ദാവീദ് അഭിഷേകത്തോട് ചെറുത്തോ വലുത്തോ സകലതും മടക്കിയെടുത്തു. ഇന്ന് പകൽ മടക്കിയെടുക്കാനുള്ള പകൽ, തിരിച്ചു പിടിക്കാനുള്ള പകൽ, ഒരു കൊയ്ത്തിനാൽ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. യെസ്, കണ്ണുനീര് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരിന്റെ വിത്ത് ആർപ്പിന്റെ കൊയ്ത്തായി ഈ പകൽ വെളിപ്പെടുക. യെസ്. വിശ്വസിച്ചോ. ഇന്ന് പകൽ ചില നഷ്ടങ്ങളെ മടക്കിയെടുക്കാൻ, ചില തകർച്ചകളെ മടക്കിയെടുക്കുവാൻ ഒരു പുതിയ ബലത്തോട് ചാട്ടി വീഴുന്ന ശത്രുവിനെ തകർത്ത് അത് കൊയ്ത്തിനെതിരെ, കനികൾക്കെതിരെ, ഫലത്തിനെതിരെ വാദിക്കുന്നതിന്റെ മേൽ ജയം പ്രാപിച്ച് മടക്കിയെടുക്കുക. യെസ്. ഓ റബല ശത്തല ഭൗഷക്കബര ദിവനക്ഷാദ വൈശ്യഭാര സത്തജാല അർത്ഥജാല ഋഷഭാര സത്തർച്ചാര
തീരക്ഷാത ആരോഗ്യത്തെ മടക്കിയെടുക്കുവാൻ, ബലത്തെ മടക്കിയെടുക്കുവാൻ, കുടുംബ ജീവിതത്തെ മടക്കിയെടുക്കുവാൻ, തകർന്ന കുടുംബങ്ങളെ പണിതെടുക്കുവാൻ, അവകാശങ്ങളെ മടക്കിയെടുക്കുവാൻ, നന്മകളെ മടക്കിയെടുക്കുവാൻ, പുതിയ സാന്നിധ്യം മടക്കിയെടുക്കുവാൻ, ആ ശക്തി മടക്കിയെടുക്കുവാൻ, നഷ്ടപ്പെട്ട ചൈതന്യം മടക്കിയെടുക്കുവാൻ, നഷ്ടപ്പെട്ട ശുശ്രൂഷ മടക്കിയെടുക്കുവാൻ, പുതിയ ബലം പ്രാപിച്ച ശുശ്രൂഷ പുതിയ അനുഭവത്തിലെത്താൻ. യെസ് 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 യെസ്. ഓ റഖബ ശത്ത റിത്ത റൗഷ തീര ചാല സത്തർ ചാര തിവര ജഗദ. യേശുവിൻ നാമത്തിൽ, 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 യേശുവിൻ നാമത്തിൽ. ചൂടൽക്കര തര സത്തര ജഗ ചൂടറ ശത്തര. തകർച്ചകൾ പലതും കണ്ടോ, വ്യസനങ്ങൾ പലതും വെളിപ്പെട്ടോ, മനസ്സ് തകർന്ന മണ്ഡലങ്ങൾക്കുമേൽ ചിലത് തിരികെ പിടിക്കാൻ ദൈവകരത്തിന്റെ വിടുതൽ വെളിപ്പെടുകയോ, പ്രതീക്ഷകൾക്കെതിരെ തള്ളിക്കളഞ്ഞവർ, കൈവിട്ടവർ, വ്യസനമെന്ന മേഖലകൾ അവസ്ഥ മാറ്റി മാറിക്കുന്ന ദൈവകരത്തിന്റെ പ്രവൃത്തി പുതുബലത്തോടെ ഉണർത്താൻ, പുതിയൊരു സമർപ്പണത്തോടെ തീരുമാനത്തോടെ പുതുക്കിയെടുക്കുന്ന മേഖലകളിൽ ഉടമക്ഷാരോ തള്ളപ്പെട്ട കല്ലിന് ശ്രേഷ്ഠതയുള്ളതാക്കുന്ന ഒരു ദൈവപ്രത്യക്ഷയായോ യേശുവിൻ നാമത്തിൽ ചേമെടുക്കുക, ചേമെടുക്കുക. ചൂടഭാര ഭാര ഭാര അസ്തഭാര ആയുസ്സിന്റെ മധ്യ തകർക്കാൻ നോക്കിയ സ്ഥാനത്ത് പ്രാണനോട് ദയ കാണിച്ചവൻ ആ ദൈവസന്നിധി പിന്നെയും ഒരുക്കത്തോടെ ഏൽപ്പിച്ചു. ഭവനത്തോട്, വ്യക്തിത്വങ്ങളോട്, ചിതറിയ ചില മേഖലയോട് ദൈവിക ഇടപെടൽ വെളിപ്പെടുത്തി അവസ്ഥ മാറ്റാൻ ശക്തനായ ദൈവം. ചുടവൽ കബരതല മൗഷാസ് അർത്ഥ ചുടര ഘടക തുരക ക്ഷാതം വൈഷം തീര ചാല സത്തർ ചാര തീര അർത്ഥഭാര സത്തർ ചാര. കുതിച്ചു മുന്നേറാൻ ആഗ്രഹിക്കുമ്പോഴും പുറകോട്ട് വലിക്കുന്നത് പോലെ മനസ്സ് മടിപ്പിക്കുന്ന, വ്യസനിപ്പിക്കുന്ന ചില അവസ്ഥകൾക്ക് നടുവില് ആത്മാവ് പറയുന്നു, കൂട്ടൻ എഴുന്നേൽക്കാൻ, കൂട്ടൻ എഴുന്നേൽക്കാൻ, കൂട്ടൻ എഴുന്നേൽക്കാൻ. വിളിക്കപ്പെട്ട വിളി, തെരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ് ശക്തി ഏറ്റെടുക്കട്ടെ. 8 വർഷത്തിന് പിന്നിൽ ഒതുങ്ങിപ്പോക്കാൻ ശത്രു വാദിച്ച സ്ഥാനത്തു നിന്ന് പ്രാണനെ വിടുവിച്ച കരം 2.5 വർഷത്തിന് പിന്നിൽ വ്യസന ഖേദിക വിഷയത്തിൽ ദയ കാണിച്ച കരം നിന്നെ തട്ടി ഉണർത്തുന്നു. ഏറ്റെടുക്കട്ടെ. യെസ് 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 യെസ്. ചുടവൽ കബരതല ഭക്ഷലാതല പുറത്ത് കണ്ടാൽ സന്തോഷം, അകത്തളത്തിൽ 2 വിധ വിഷയത്തിന്റെ മേൽ മനോവ്യസനവും വേദനയും ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ. ഭാരപ്പെടുന്ന മേഖലയ്ക്കുമേൽ ദൈവകരത്തിന്റെ വിടുതൽ യേശുവിൻ നാമത്തിൽ ചേമെടുക്കുക, ചേമെടുക്കുക. ഉദവര ഹത്തര വട്ടല വട്ട സൈതം യേശുവിൻ നാമത്തിൽ ആന്തരിക തലത്തിൽ വലതു ഭാഗത്ത് ബലഹീന മാറി ബലം വെളിപ്പെടാൻ കൽപ്പിക്കുന്നു. യെസ് യെസ് യെസ്. ഓഷാ റാഖാ ഭാഷസെ ദിക്കാബാ ശത്താര തീര ചാല അർത്ഥഭാര സത്തചാല റുഖഭാര അന്തര ചൂതല ഹട്ടല ഭക്ഷല ബൗഡക്കബര. വഴികളെ വിശാലമാക്കാൻ വെല്ലുവിളിക്കുന്നവരെ ദൈവകരത്തിന്റെ വിടുതൽ തെളിയിച്ച ഭാവി ലക്ഷ്യത്തിന്റെ പൂർണ്ണ തലങ്ങള് ഊർസത്തന ശൂന്യതാ മണ്ഡലങ്ങളെ മാറ്റി ദൈവപ്രവൃത്തി തെളിയിച്ചാദരിക്കാൻ സമയമായ ആത്മാവ് തൂതറിയിക്കുമ്പോൾ കുടഞ്ഞെഴുന്നേറ്റോ, പ്രാർത്ഥന പോരാടിക്കോ, യഹോവയുടെ നീതി വെളിപ്പെടുകയോ. ശബരതല ഭൗഷ്യബര സത്തരതല ഭൗഷ്യസ് യേശുവിൻ രക്തം അത്തിരിട്ട് ചേമെടുക്കുക. ഓ റബല ശത്തല ബൗഡ കബരതല ഭൗഷ്യസ്. ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന് എഴുന്നേൽക്കാം, എല്ലാവരും എഴുന്നേൽക്കാം. കേട്ടാ ദൈവശബ്ദം ഏറ്റെടുക്കാം. സന്ദർഭങ്ങളെ തിരിച്ചറിയാൻ, ശത്രുവിൻ്റെ അറ്റാക്കുകളെ തിരിച്ചറിയാൻ കഴിയാതെ പോയ മേഖലകൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ
എൻ്റെ കുറ്റം എനിക്ക് ബോധ്യമാകുന്നു, എൻ്റെ കുറവെനിക്ക് ബോധ്യമാകുന്നു. ഞാൻ ഉണരേണ്ടത് ആവശ്യമാണ്, മനം തിരിയേണ്ടത് ആവശ്യമാണ്, കരയേണ്ടത് ആവശ്യമാണ്, മടങ്ങി വരേണ്ടത് ആവശ്യമാണ്, പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ കുറവെനിക്ക് ബോധ്യമാകുന്നു. ഞാൻ മനം തിരിഞ്ഞ് മടങ്ങി വരുന്നു. ആരാധനയെ അലക്ഷ്യമാക്കിയ, കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട നന്മ പ്രാപിക്കാൻ കഴിയാതെ പോയ, കുടുംബത്തിൽ വ്യക്തിജീവിതത്തിൽ വന്ന ശൂന്യതകൾ, തകർച്ചകൾ, അതിൻ്റെ മുമ്പിൽ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിക്കാൻ കഴിയാതെ പോയ എൻ്റെ കുറ്റം, തെറ്റ് ഞാൻ മനസ്സിലാക്കും. ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവരാ കരം ഉയർത്തിപ്പിടിച്ചോ. അവർക്ക് കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. പരിഹരിക്കാൻ കർത്താവ് ശക്തനാണ്. ഏറ്റുപറഞ്ഞാൽ കരുണ കാണിക്കും, ദയ കാണിക്കും, മനസ്സലിയും, കുറ്റം ക്ഷമിക്കും. അവൻ നമ്മെ ഉദ്ധരിക്കും. പ്രൈസ് പ്രൈസ്. സ്വർഗീയ പിതാവേ, ആ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി തങ്ങളുടെ കുറവിനെ ബോധ്യമായല്ലോ, തങ്ങളുടെ കുറവ് പരിഹരിക്കാൻ മനസ്സ് വെച്ചല്ലോ, ഉയർത്തിയ കരങ്ങൾക്കായി സ്തോത്രം. നാഥ, നീ അവരോട് മനസ്സലിഞ്ഞ് ദയ കാണിച്ച് ഏറ്റുപറയുന്ന, സമർപ്പിക്കുന്ന ഉയർത്തപ്പെട്ട കരങ്ങളെ അങ്ങയുടെ കരത്തിലേൽപ്പിക്കുന്നു. അവിടുന്ന് കരുണ തോന്നി കുറവ്, തെറ്റ്, പാപം ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽ ഒരു പുതിയ ഉണർവിലേക്ക്, ഒരു പുതിയ ആത്മചൈതന്യത്തിലേക്ക്, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഈ ജനത്തെ നയിക്കണമേ. ദൈവിക വിടുതലുകൾ, ദൈവിക നന്മകൾ, അവകാശത്തിൻ്റെ വികസനങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, കനികൾ സംരക്ഷിക്കപ്പെടാൻ, ഫലങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ സ്വർഗം കൃപ ചെയ്യണം. കണ്ണുനീരിന്റെ വിത ആർപ്പിന്റെ കൊയ്ത്താക്കുമല്ലോ. ആർപ്പിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അനുഭവങ്ങൾ ശാരീരിക വിടുതലായി, മാനസിക വിടുതലായി, ഭൗതിക വിടുതലായി, ആത്മീക വിടുതലായി വെളിപ്പെട്ടു വരേണ്ടതിന് അങ്ങയോട് അപേക്ഷിക്കും. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. രോഗത്താൽ ഭാരപ്പെടുന്നവർ, ശാരീരികമായ, മാനസികമായ, പൈശാചികമായ പോരാട്ടങ്ങളാൽ ബലഹീനത അനുഭവിക്കുന്നവർ, രോഗത്തിൻ്റെ മേൽ സൗഖ്യം ആഗ്രഹിക്കുന്നവർ, ദൈവത്തിനെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ മുന്നോട്ട് വന്ന് നിൽക്കണം. ഇതുവരെ ആത്മസ്നാനം പ്രാപിച്ചില്ല, ആത്മസ്നാനം പ്രാപിപ്പാൻ താല്പര്യമുണ്ട്. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വന്ന് നിന്നാൽ അവർക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കും. നാം ഒരുമിച്ച് ചേർന്നൊരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ഈ സമയത്ത് പ്രാർത്ഥന ആവശ്യം മുന്നോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കും. കഴിഞ്ഞ നാൾ അനവധി വിടുതലുകൾ ദൈവപ്രവൃത്തിയിൽ കാണാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ആത്മശക്തിക്കായി, ആത്മ നിറവിനായി, ആത്മ അഭിഷേകത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക കൃപകൾ, കൃപാവരങ്ങൾ നാം പ്രാപിച്ചെടുക്കണം. ദൈവിക വിടുതലുകൾ നാം പ്രാപിച്ചെടുക്കണം. ദൈവശക്തിയിൽ നാം വർദ്ധിച്ചു വരണം. സൗഖ്യം മക്കളുടെ അവകാശം, രോഗശാന്തി മക്കളുടെ അവകാശം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സമാധാനത്തിൻ്റെ, സത്യത്തിൻ്റെ അഭിവൃദ്ധി വരുത്തും. ആ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം നിങ്ങളെ സ്പർശിക്കുവാനിടയായിത്തീരും. വിടുതൽ വെളിപ്പെടും. തകർന്ന കുടുംബാനുഭവങ്ങൾ, തകർന്ന ജീവിതാനുഭവങ്ങൾ, തകർന്ന ഭാവി മേഖലകൾ, വിട്ടുമാറാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങൾ, മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങൾ, അതിൻ്റെ മേൽ വിജയം പ്രാപിപ്പാനിടയാകും. അതിൻ്റെ മേൽ വിജയം പ്രാപിക്കണം. പാപിയെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്, പാപം വിട്ടൊഴിഞ്ഞ് ജീവിതം ഒരുക്കപ്പെടുന്നവരെ ചേർക്കാനാണ്. വിട്ടുമാറാത്ത, മുറുകപ്പെടുന്ന പാപങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കണം. ചേർന്നൊരു പാട്ടുപാടി ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായിത്തീരും. പ്രൈസ് പ്രൈസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കരുണയെത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. എല്ലാവരും ചേർന്ന് പാടണ്ടേ. കരുണയെത്രയോ
അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും വ്യാകാല ഗീതവുമാവൻ. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ മധ്യ ഇടപെട്ടുകൊണ്ടിരുന്നു. ദേവദാസന ദൈവം ശക്തമായി ഉപയോഗിച്ചു. അതിൽ പറയലോട് ഹല്ലേലൂയ. അതോർത്തുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കർത്താവിത്രത്തോളം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് റംസി തരകൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ചുരുക്കമായി പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, ദൈവപ്പ ഞങ്ങളെല്ലാവരും നീ ഒരു പ്രാവശ്യം കൂടെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാവരെയും ദൈവം തൊട്ടതിനായി സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. ദൈവം നിന്റെ ദാസന്മാരെ കർത്താവ് ഇത്ര എല്ലാ ശക്തിയോടെ ദൈവം ഉപയോഗപ്പെടുത്തുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ. നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലെ കർത്താവേ ദൈവശക്തിയപ്പ ഹല്ലേലൂയ. ഒരു പുതുക്കുന്ന ശക്തി കർത്താവ് എല്ലാവർക്കും ദൈവം നൽകുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഉപവാസത്തിലായിരിക്കുന്ന എല്ലാവരെയും നീ ബലപ്പെടുത്തണം കർത്താവേ. ഓ യെസ് ലോർഡ് ഹല്ലേലൂയ. ഞങ്ങൾക്ക് പല ദിവസങ്ങൾ പിതാവേ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണം കർത്താവേ. ദൈവമേ, ദൈവത്തിന് വേണ്ടി കർത്താവ് ഫലപ്രദമാകാൻ വേണ്ടി ദൈവം സഹായിക്കണം കർത്താവേ. എല്ലാ തടസ്സങ്ങളും മാറ്റണം കർത്താവേ. ഒരു ഉണർവ് നൽകണം കർത്താവേ ഹല്ലേലൂയ. ദൈവമകത്ത് മനുഷ്യന് ദൈവം ഒരു പുതിയ ബലം ദൈവം നൽകണം. ദൈവം കരുണ കാണിക്കണം. നല്ല പിതാവേ ദൈവത്തിൽ സമർപ്പിക്കുന്നു കർത്താവ് ബലപ്പെടുത്തുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകുന്നേരമുള്ള പ്രാർത്ഥന കൃത്യം 6:30 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ കടന്നു വരിക. ഭവനങ്ങളിൽ പോയാലും നാം ഉപവാസത്തിലാണ്. നാം അതുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രാർത്ഥന അന്തരീക്ഷം തന്നെ ആയിരിക്കുക. എന്നിട്ട് ഹല്ലേലൂയ തക്ക സമയത്തിന് തന്നെ കറക്റ്റ് സമയത്തിന് തന്നെ എല്ലാവരും എത്തിച്ചേരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.